സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കേരള PSC ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും നോക്കിയിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം ഏത്? മിൽഖ സിംഗ് അന്തരിച്ചത് 2021 2021. പറക്കും സിഖ് എന്നറിയപ്പെട്ടിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഒളിമ്പ്യൻ മിൽഖ സിംഗ് ആണ്. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആര്? വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന് 22 ജൂലൈ 2019 ജൂലൈ 22 പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത്. 2019 ജൂലൈ 22. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന് 1950 ജനുവരി 25. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? സമ്പാദ് കൗമുദിയാണ്. സമ്പാദ് കൗമുദി ആരുടെ പത്രമാണ്? രാജാറാം മോഹൻ റോയുടെ പത്രമാണ് സമ്പാദ് കൗമുദി. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടർ ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടർ ശ്യാം ശരൺ നേഗി. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശം ഏതാണ്? മീസോസ്ഫിയർ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകിനെയാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ ആരാണ് വിശേഷിപ്പിച്ചത്? വാലന്റൈൻ ഷിറോൾ. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയമാണ് കൈഗ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഉപദ്വീപീയ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏത്? ഡെക്കാൻ പീഠഭൂമിയാണ്. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് അമരാവതി. കാവേരി നദിയുടെ പോഷക നദിയാണ് അമരാവതി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം മലനിരകളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? മൗണ്ട് കെ2 ആണ്. മൗണ്ട് കെ2 ആണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നും അറിയപ്പെടുന്നത്.
കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏത്? മുംബൈയാണ്. മുംബൈ. കോട്ടണോപോളിസ്, മുംബൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? മുംബൈ ഹൈ ആണ്. മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. മുംബൈ ഹൈ. ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി നദിയാണ്. ഗോദാവരി നദിയാണ് ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായിട്ട് പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം 51A. അനുച്ഛേദം 51A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനുച്ഛേദം 51A. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം. ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം 52 സെക്കൻഡ് ആണ്. 52 സെക്കൻഡ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭേദഗതിയാണ്. ഈ ചോദ്യങ്ങളെല്ലാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ചോദ്യങ്ങളാണ്. ഓർത്തു വയ്ക്കുക. 44-ാം ഭരണഘടനാ ഭേദഗതി. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം 24. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ രചയിതാവ് ബങ്കിങ് ചന്ദ്ര ചാറ്റർജി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബങ്കിങ് ചന്ദ്ര ചാറ്റർജി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര്? അബനീന്ദ്രനാഥ് ടാഗോർ. അബനീന്ദ്രനാഥ് ടാഗോർ ആണ് ഭാരതമാത എന്ന ചിത്രം വരച്ചത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഇപ്പൊ ഗദ്ദർ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ലാലാ ഹർദയാൽ ആണ്. എവിടെ വെച്ചാണ് ഗദ്ദർ പാർട്ടിക്ക് രൂപം നൽകിയത്? അമേരിക്കയിലാണ്. അമേരിക്ക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇവ എല്ലാമാണ്. ഏതൊക്കെയാണ്?
മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ എന്നിവയെല്ലാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ്. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആയിരുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? 10+2+3 എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്? ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, VP മേനോൻ. VP മേനോൻ. പുസ്തകത്തിന്റെ പേര് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? 5 IITകളാണ് സ്ഥാപിതമായിട്ടുള്ളത്. ഏത് കാലത്തിനാണ്? 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകളാണ് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ളത്? 5 IITകൾ. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏത്? ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ചതാണ് ലളിതകലാ അക്കാദമി. ലളിതകലാ അക്കാദമി. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്? ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് അഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. അഞ്ചലോസ് ഫ്രാൻസിസ്. ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടന്ന വർഷം? ചാന്നാർ ലഹള 1859 ചാന്നാർ ലഹള നടന്നത്. 1859. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നേതൃത്വത്തിലായിരുന്നു? K. കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. K. കേളപ്പൻ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഗാന്ധിയും അരാജകത്വവും. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് C. ശങ്കരൻ നായരാണ്. C. ശങ്കരൻ നായർ. C. ശങ്കരൻ നായർ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത്? തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം മലയാളി മെമ്മോറിയൽ ആണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് മലയാളി മെമ്മോറിയൽ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആര്? മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് A.V. കുട്ടിമാളു അമ്മയാണ്. A.V. കുട്ടിമാളു അമ്മ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച് സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം പയ്യന്നൂരാണ്. പയ്യന്നൂർ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത്? കോഴിക്കോടാണ്. കോഴിക്കോട്.
കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഏറ്റവും വലുത് ഇടുക്കി ജില്ല. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര്? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ഗോദവർമ്മ രാജ, GV രാജ, ഗോദവർമ്മ രാജ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ചിന്നാർ. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതി ഏത്? അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതി പൂനം കൃഷിയാണ്. പൂനം കൃഷി. ഗൗണനാടി, കവനോക്ക്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏത്? ഗൗണനാടി, കവനോക്ക്, വളഞ്ഞാർ. മീനച്ചിലാറാണ്. മീനച്ചിലാർ. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏത്? പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ പഴവർഗ്ഗം ഏതാണ്? ചക്കയാണ്. ചക്ക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. മുകളിൽ പറഞ്ഞവയല്ല. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ. എറണാകുളം ജില്ലയിൽ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? പറവൂരാണ്. പറവൂർ. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ്? പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര്? സിറോഫ്താൽമിയ. ഓപ്ഷൻ സി, സിറോഫ്താൽമിയ. ഓർഗൻ ഓഫ് കോട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോട്ടി ചെവിയാണ്. ചെവി. ഉമിനീരിന്റെ pH മൂല്യം 6.2 to 7.6. ഉമിനീരിന്റെ pH മൂല്യം 6.2 to 7.6. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനമേത്? KAU മനുരത്നയാണ്. KAU മനുരത്നം. ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രമല്ലാത്തത്? വന്യജീവി സംരക്ഷണ കേന്ദ്രമല്ലാത്തത് രൂപ്കുണ്ടാണ്. രൂപ്കുണ്ട്. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? ആർദ്ര ഇല പൊഴിയും വനങ്ങൾ. ആർദ്ര ഇല പൊഴിയും വനങ്ങൾ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ. ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക്. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. ഒരു ജല തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? ഹൈഡ്രജനും ഓക്സിജനും 1:8 ആണ്. 1:8. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ,
ഹൈഡ്രജൻ, ഓക്സിജൻ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി 20 ഹെർട്സ് ആണ്. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കുവാൻ കഴിയുന്നത്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ദോലനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. തന്നിരിക്കുന്ന സൗരോർജം, കാറ്റ്, തിരമാല, കൽക്കരി. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൽക്കരിയാണ് കൂട്ടത്തിൽ പെടാത്തത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് മീററ്റിലാണ്. മീററ്റ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സമരം, നിസ്സഹരണ സമരം, ഉപ്പ് സത്യാഗ്രഹം. ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏതാണ്? ചമ്പാരൻ സമരമാണ്. ചമ്പാരൻ സമരം. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ പെടുന്നു? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഏത് കാലഘട്ടത്തിൽ പെടുന്നു? തീവ്ര ദേശീയതയുടെ കാലഘട്ടമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിൽ പെടുന്നു ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നത് ജുനഗഡ്, പഞ്ചാബ്, ഹൈദരാബാദ്, കാശ്മീർ. വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പഞ്ചാബാണ്. പഞ്ചാബ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. അടുത്ത ചോദ്യം, തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? പോട്ടി ശ്രീരാമലു ആണ്. ഓപ്ഷൻ ബി പോട്ടി ശ്രീരാമലു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയുടെ വികസനമാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖല. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശത്തെയാണ്. ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലിക അവകാശത്തിന്റെ ഭാഗമാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്?
മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം 4A ആണ്. ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 മൗലിക അവകാശങ്ങൾ. 6 മൗലിക അവകാശങ്ങൾ. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, യൂണിഫോം സിവിൽ കോഡ്, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏതാണ്? യൂണിഫോം സിവിൽ കോഡാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏവ? സമുദ്ര അതിർത്തി പങ്കിടുന്നത് ശ്രീലങ്കയും മാലിദ്വീപുമാണ്. ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന മലനിര. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമിയിലാണ്. താർ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ധാന്യപ്പുര ഉത്തര മഹാസമതലമാണ്. ധാന്യപ്പുര ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന പ്രദേശം ഏത്? ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിന്റ്. താഴെ പറയുന്നവയിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം ഏതായിരുന്നു? വസ്ത്രം ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം. ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള. ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമിയുമായിട്ട് ബന്ധപ്പെട്ടത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യൻ നാഷണൽ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മി. ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഏത്? ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ കെ. ഏത് സൂക്ഷ്മജീവിയാണ് അറ്റ്ലസ് ഫുഡ് എന്ന രോഗമുണ്ടാക്കുന്നത്? അറ്റ്ലസ് ഫുഡ് ഫംഗസ് ആണ്. ഫംഗസ്. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏത്? പ്രമേഹം. നീലവൃത്തമാണ്. നീലവൃത്തം. നീലവൃത്തം. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കാഗോൺ. മറ്റൊന്ന് ഏത്? ഇൻസുലിൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗം ഏത്? ശ്വാസകോശ രോഗം എംഫിസിമ. എംഫിസിമ. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത? മൂത്രത്തിലൂടെ അധിക ജലനഷ്ടം. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം? എലിപ്പനി. ലെപ്റ്റോസ്പൈറ എലിപ്പനി. ഏത് രോഗത്തിനെ തടയാനാണ് BCG വാക്സിൻ എടുക്കുന്നത്? BCG ക്ഷയരോഗത്തിനെ തടയാനാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? സ്നേഹസാന്ത്വനം. പദ്ധതിയുടെ പേര് സ്നേഹസാന്ത്വനം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.